നിങ്ങൾ വിചാരിക്കണ തള്ളേ അല്ല. ഈ തള്ള തള്ള പറയുന്നുണ്ടല്ലോ, ഈ തള്ളനെയൊക്കെ അത്രയ്ക്കും വെറുത്തു പോയി എനിക്ക്. അത്രയ്ക്ക് ഞാൻ എൻ്റെ അനിയത്തിമാരനെ എൻ്റെ ഉമ്മാനെയും സ്നേഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈഫ് എൻ്റെ ലൈഫാണ്. എനിക്ക് തീരുമാനങ്ങൾ ഇതുവരെ നിങ്ങൾ തീരുമാനം എടുത്തു, കുടുംബക്കാരും ബാക്കിയുള്ള. ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് തീരുമാനം എടുത്തു. ഏത് ഷർഫലിനെ കൂട്ടണം, ഏത് മറ്റേ അലിനെ കൂട്ടണം എന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങളല്ല. നിങ്ങളുടെ കെട്ടിയോളോ നിങ്ങളുടെ പെങ്ങന്മാരോ വേറുള്ളവരല്ല. ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ തീരുമാനം, എൻ്റെ ലൈഫിലേക്ക് ആരൊക്കെ വരണം ആരൊക്കെ വരണ്ടെന്ന് തീരുമാനം എടുക്കുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് അത് അളിച്ച് കളിക്കണ്ട. ഷർഫലിൻ്റെ കൂടെ കറങ്ങാൻ പോയോ, മറ്റോൻ്റെ കൂടെ കറങ്ങാൻ പോയോ, വേറുള്ളവരുടെ കൂടെ കറങ്ങാൻ പോയോ എന്ന് നീ അറിയണ്ട. നിനക്ക് ഇത്ര പൊള്ളുണ്ടെങ്കിൽ നിന്റെ കെട്ടുകൊള്ളി നിന്റെ പെങ്ങന്മാരിനും ബാക്കിയുള്ളവരും നീ ഒതുക്ക്. എന്നെ ഒതുക്കാൻ നീ ആയിട്ടില്ല. നീ എല്ലാം എനിക്ക് ചെലവിന് തരുന്നത് തരണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉമ്മാനെ നോക്കാൻ ആരുമില്ല, ഏത് മക്കളും ഇല്ല. 3 മക്കൾ, ഞാനാണ് 2 കൊല്ലം നോക്കിയിട്ടുണ്ടായിരുന്നത്, ഞാനും ഇല്ല അപ്പോൾ. അപ്പം അത്രയും സ്നേഹമുള്ള ആൾക്കാർ ആരാണോ ലൈവിലും മറ്റോടെയും മറിച്ചോടെയും വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്നവർ, അവരുമ്മാനെ കൊണ്ടുപോയിക്കോളി. ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉമ്മാനേ ആവശ്യമില്ല. എൻ്റെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ഉമ്മമാനെ ആവശ്യമില്ല. ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോ. എനിക്ക് തരാനുള്ള 2 ലക്ഷം രൂപ തന്നിട്ട് കൊണ്ടുപോയിക്കോ. ഞാൻ 10,70,000 റുപ്യൻ്റെ ഗോൾഡ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവിടെ 2 കൊല്ലമായിട്ടിരിക്കുന്നു. ഈ 2 കൊല്ലം ഞാൻ ആ വീട്ടിൽ ചെയ്ത കാര്യങ്ങളുടെ പൈസ തന്നിട്ട് ഉമ്മാനെ കൊണ്ടുപോയിക്കോ. പിന്നെ ആ പൈസ തരാണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ പ്രശ്നമില്ല. ആ 2 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ എളാമാൻ്റെ മോനിക്ക് 1 ലക്ഷം കൊടുത്തതിൽ പകുതി പൈസ കിട്ടിയിട്ടുണ്ട്, പകുതി പൈസ ഇനിയും തരാനാണ്. ആ പൈസയ്ക്ക് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് പോകും. ഞാൻ അന്തസ്സായിട്ട് ഒരു 4 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ട് പട്ടപ്പരയാണെങ്കിൽ പട്ടപ്പര കെട്ടിയിട്ട് ഞാൻ പോകും. അപ്പോൾ ഉമ്മാന സ്നേഹികളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തരാനുള്ള കാര്യങ്ങൾ ഞാൻ ഇറക്കിയ പൈസ എനിക്ക് ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഞാൻ അന്തസ്സായി ഇറങ്ങിപ്പോവും. പിന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇന്നലെ മിഞ്ഞാന്ന് 2-3 ആഴ്ചയായി അനിയത്തിൻ്റെ കൂടെയാണ് താമസം. വെപ്പും കുടിയും തീനും ഒക്കെ അനിയത്തിൻ്റെ കൂടെയാണ്. ഇവിടെ ഡ്രസ്സ് മാറ്റാനും കുളിക്കാനും ബാക്കിയുള്ളതിനും മാത്രം വരും. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി പറഞ്ഞാൽ അതും കൂടി പെറുക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനത്തെ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഉമ്മാനെ ആവശ്യമില്ല. 2 കൊല്ലമായിട്ട് ഞാൻ അന്തസ്സായി പോയിട്ടുണ്ടായിരുന്നു. 2 കൊല്ലമായിട്ട് പണിക്ക് പോകാണ്ടും തൊഴിലുറപ്പിന് പോകാണ്ടും വേറെയുള്ള പണികൾക്ക് വിടാണ്ടും ഞാൻ അന്തസ്സായിട്ട് എൻ്റെ ഉമ്മാനെ പോറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തെമ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ എന്നെ വലിയ ആള്, ഞാൻ എന്നെ പണിയെടുത്ത് ജീവിക്കും, ഞാൻ എന്നെ വലുത്, എൻ്റെ മക്കളെ ഞാൻ നോക്കും. എവിടെയോ കിടക്കുന്ന മക്കളിനെ പെൺകുട്ടികളെ വിരുന്ന് വിളിക്കാൻ വേണ്ടി പണിക്ക് പോകണ തള്ളാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ എൻ്റെ തള്ള അതാണ്. എൻ്റെ 2 അനിയത്തിമാർക്ക് വേണ്ടിയിട്ടാണ് പണിക്ക് പോണത്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടല്ല പണിക്ക് പോണത്. അവിടെയുള്ള കാലം വരയ്ക്കും അങ്ങനെയാണ്. പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു സംഭവമല്ല. എനിക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ തള്ളയ്ക്ക് ഡ്രസ്സ് എടുക്കും. 5-8 സാരി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിലനുസരിച്ച് ജാക്കറ്റ് അടിപ്പാവട എല്ലാം എനിക്ക് എൻ്റെ മക്കൾക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിക്കൊരു കമ്മൽ മേടിച്ചു, ഒരു ചെയിൻ മേടിച്ചപ്പോൾ ഞാൻ അപ്പം തള്ളയ്ക്ക് കമ്മൽ മേടിച്ചു, മോതിരം മേടിച്ചു കൊടുത്തു, എൻ്റെ അനിയത്തിൻ്റെ മകൾക്ക് പാദസരം മേടിച്ചു കൊടുത്തു. എടോ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. 10,70,000 75,000 ഏത് കാലത്ത് ഉമ്മാൻ്റെ എപ്പോഴോ ഒരിക്കൽ എൻ്റെ കൈവർക്ക് കമ്മലെടുത്തു. 8,000 റുപ്യേൻ്റെ കമ്മലെടുത്തതിന് ഇരട്ടിൻ്റെ ഇരട്ടിക്ക് സംഭവം ഞാൻ എടുത്തു കൊടുത്തു. ഇപ്പൊ തള്ള പറയായിരിക്കും അത് നിന്റെ കെട്ടിയോൻ അന്ന് എന്താണ്, എൻ്റെ കെട്ടിയോനെ അന്ന് എടുത്തെങ്കിലും എൻ്റെ 5 മക്കളുടെ പ്രസവം നോക്കിയത് എൻ്റെ കെട്ടിയോനാണ്. അത് എൻ്റെ കെട്ടിയോൻ എന്നെ സമ്മതിക്കണം. നിങ്ങൾ നിങ്ങളുടെ 2 പെൺകുട്ടികൾക്ക് നല്ല പ്രസവ ചെലവും ബാക്കിയുള്ളതും അവർക്ക് വേണ്ട എന്താണ് സീറ് ചെയ്യലും ബാക്കിയുള്ളതും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കും എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കെട്ടിയോനിക്ക് ഒരു ചുക്കും തന്നിട്ടില്ല. അപ്പം ഞാൻ ഇറക്കിയ പൈസ, ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ് അവിടെ ഇറക്കിയിരിക്കുന്നത്. ആ പൈസ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ആ വീട് വിട്ട് പോവും. അല്ലാതെ ഷാജി ആ വീട് വിട്ട് പോവില്ല. അങ്ങനെ എൻ്റെ പൈസയും തിന്ന് എന്നെയും തെറി പറഞ്ഞ് എൻ്റെ മക്കളെയും തല്ലാൻ വന്ന് ആങ്ങളമാരുടെ മക്കളെയും കൂടെ എന്നെ തല്ലിച്ചിട്ട് കെങ്കേമിയായിട്ട് നടക്കാന്ന് വിചാരിക്കേണ്ട. ഇപ്പോഴും 60-65 വയസ്സായിട്ട് ഇപ്പോഴും 18കാരിനെ പോലെ പൗഡറും കൺമഷിയും ബാക്കിയുള്ളതും ഒക്കെ ഇട്ട് സൂചിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര തെമ്പുണ്ടെങ്കിൽ 32-33 വയസ്സായി എനിക്ക് എത്ര തെമ്പ് വേണം? 33. നിങ്ങളുടെ അതേ ചോരയിൽ നിങ്ങൾ എൻ്റെ മകളല്ല എന്ന് പറഞ്ഞാലും അതേ ബ്ലഡിൽ ഉണ്ടായ സംഭവമാണല്ലോ ഈ വിത്ത്. അപ്പം ഈ വിത്ത് എന്താ വിത്ത് ഗുണം 10 കാണിക്കും, 10 ഗുണം കാണിക്കും. അപ്പം
കബീർ ഖാന് എൻ്റെ കെട്ടിയോനെയും എൻ്റെ മക്കളിനെയും എന്നെയും തിന്ന് വെള്ളം കുടിച്ച ആൾക്കാർ ഉമ്മ എന്ന പദവി കൊണ്ട് വരണ്ട, ഉമ്മ എന്ന സ്ഥാനം കൊണ്ട് വരണ്ട. എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവൾ എൻ്റെ മോളല്ല, ഇവൾ എൻ്റെ മോളല്ല, എനിക്ക് 2 പെൺകുട്ടികളുള്ളൂ, ആ 2 പെൺകുട്ടികളെ എനിക്ക് വീട്ടിൽ വന്ന് പോണം എന്ന് പറയുന്ന ആൾക്കാര് എനിക്ക് ആവശ്യമില്ലടോ. എനിക്ക് അങ്ങനത്തെ എനിക്ക് വാടകയ്ക്ക് എത്ര ഉമ്മമാരുണ്ട്, എനിക്ക് അവരുടെ അടുത്ത് പോറ്റിയാൽ പോരെ. അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള എത്രയോ അനാഥാശ്രമങ്ങളിലും ഉമ്മമാരുണ്ട്, അവർക്ക് എനിക്ക് 10 റുപ്യ കൊണ്ടെടുത്താലില്ലേ ഉപകാരം ഉണ്ടാവും, അല്ലെങ്കിൽ നന്ദി ഉണ്ടാവും, അവരുടെ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക്. ഇനി ഞാൻ അതാ ചെയ്യാൻ പോണത്, അല്ലാണ്ട് ഇവിടെ ഇറക്കില്ല. ഇവിടെ 10 റുപ്യ ഇറക്കൂല. 10 റുപ്യ ഇനി ഷാജി ചത്താലും തിരിഞ്ഞു നോക്കില്ല. ഷാജി ചത്തപ്പോ തിരിഞ്ഞു നോക്കി എൻ്റെ മക്കളും വലിച്ചിട്ട് പോയത് നല്ല അക്കൗണ്ടിൽ പൈസ ഉണ്ടായപ്പോൾ നല്ല 45,000 50,000 ഒക്കെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായതുകൊണ്ട് എന്നെ നോക്കി. ഇല്ലെങ്കിൽ ആ തള്ള തിരിഞ്ഞ് അങ്ങോട്ട് നോക്കില്ല. എന്നാലും എൻ്റെ എളാമാക്കാണ് മനസ്സിറക്കും, എന്താ പറയുക, ഞങ്ങളായിട്ടുള്ള സ്നേഹവും ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തിയതും എൻ്റെ എളാമയാണ്. അതുകൊണ്ട് തന്നെ എന്നെ പ്രസവിച്ചുകൊണ്ട് മാത്രം ഉമ്മ ആവില്ല. പ്രസവിച്ചിട്ടപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒരു പെണ്ണ് പ്രസവിച്ച് പോറ്റി അങ്കലവാടിയിൽ 3 വയസ്സ് വരെ കുട്ടീനെ അങ്കലവാടിയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോൾ ഒക്കിലും എടുത്ത് കൊടുന്ന കുട്ടീനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ സുഖത്തിന് വേണ്ടി അവൾ പുഴയിലേക്ക് ആ കുട്ടീനെ വലിച്ചെറിഞ്ഞു. അവളെ എല്ലായിടും ഉമ്മ പെറ്റോണ്ട് മാത്രം ഉമ്മ ആവില്ല. ഉമ്മ എന്ന സ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഉമ്മ എന്നും ഉപ്പ എന്ന സ്ഥാനത്തും നല്ല നല്ല കാര്യങ്ങൾ അവർക്ക്. ഇതപ്പോൾ ഈ 5 മക്കൾക്ക്, ഈ 5 മക്കൾ എന്ന് പറയുന്നില്ലല്ലോ, ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും കടമകളും എനിക്കുണ്ട്. അവരുടെ ഉപ്പ 10-15 കൊല്ലം നോക്കി 40-40 വയസ്സാകുമ്പോഴേക്കും അവർ മരിച്ചുപോയി. അവർക്ക് അങ്ങനെയാണ് പടച്ചോൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്ര കാലം വരെ നിനക്ക് ജീവിതമുള്ളൂ, ഇത്ര കാലം കഴിഞ്ഞാൽ നിന്റെ ജീവിതം കഴിഞ്ഞു, ഇനി അവർക്കിങ്ങനെ. അതുകൊണ്ട് തന്നെയാണോ എനിക്ക് യൂട്യൂബ് ചാനലും വേറെ ഉള്ളതും അന്നേ തുടങ്ങി വെക്കാൻ, പടച്ചോ സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ എൻ്റെ മൈൻഡിൽ ബുദ്ധി വന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് പടച്ചോൻ അന്നേ കരുതിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മ അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ മകളല്ല എന്ന് പറഞ്ഞു. പോലീസുകാർ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് മാമൻ്റെ മകൻ എന്നെ പിടിച്ച് എൻ്റെ ചങ്കിൽ കയറി പിടിച്ച് ആങ്ങളുടെ മകളും മകനും തല്ലുമ്പോൾ നോക്കി നിന്ന തള്ള ഒരിക്കലും ഉമ്മ അല്ലടോ. എൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സൗണ്ട് ഇല്ലാണ്ടാക്കി ഈ 2 കൊല്ലം എൻ്റെ സൗണ്ട് കൊണ്ട് തിന്ന ഉമ്മയും മക്കളും 2 അനിയത്തിമാരും തിന്ന് കൊഴുത്ത വീട്ടില് ഞാൻ എന്തിനാടോ ഇനി ഞാൻ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എന്തിനാണോ ആ തള്ളനെ വാഴ്ത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ എനിക്ക് ഉമ്മമാരുണ്ടെങ്കിൽ ഇഷ്ടം പോലെ 2 ലക്ഷത്തിൽ 1.5 ലക്ഷവും എൻ്റെ ഉമ്മമാരാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും എനിക്ക് ഉമ്മമാരാണ് സബ്സ്ക്രൈബേഴ്സ്. ഏത് നാട്ടിൽ പോയാലും എനിക്ക് ഉമ്മമാരാണ്. അതുപോലെ തന്നെ അവരോടുള്ള റെസ്പെക്റ്റ്, ബഹുമാനം എടോ എനിക്കുണ്ട്. നീ എങ്ങനെയാണോ നിൽക്കുന്നത് ഞാൻ അങ്ങനെയായിരിക്കും. നീ എന്താ പറയുക, മൊഡായിട്ട് നിൽക്കുകയാണ്, നീ എൻ്റെ അടുത്ത് തല്ലൂടാനായിട്ട് നിൽക്കണം പറഞ്ഞാൽ ഞാനും തിരിച്ച് അങ്ങോട്ട് എന്നോടോ നിൽക്കുള്ളൂ, അങ്ങനെ എന്നെ നിൽക്കുള്ളൂ. അപ്പം ആ ഒരു ചാപ്റ്റർ. പിന്നെ യത്തീംഖാന, ദാറുൻ നജാത്ത് യത്തീംഖാന. ആ യത്തീംഖാനനെ കുറിച്ച് എനിക്ക് 1 കൊല്ലം വരയ്ക്കും നല്ല അഭിപ്രായമായിരുന്നു. 1 കൊല്ലത്തിന് ശേഷം പ്രിൻസിപ്പാൾ മാറിയതിൻ്റെ ശേഷമാണ് എനിക്ക് അഭിപ്രായങ്ങൾ മാറിയത്. അത് കഴിഞ്ഞ് ദാറുൻ നജാത്ത് സ്കൂള്, DHS സ്കൂള് അടിപൊളി സ്കൂളാണെന്ന് ഞാൻ അന്നേ പറഞ്ഞു കഴിഞ്ഞു. സ്കൂൾ അടിപൊളിയാണ്. ഞങ്ങൾ കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോഴേക്കും നമുക്ക് ഏത് സ്കൂളാണ് മണ്ണാർക്കാട് വരുന്നത് പറഞ്ഞാൽ DHS ആണ് മുന്നിൽ വന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് എൻ്റെയൊക്കെ അവിടെ മക്കളെ കൊണ്ട് ചേർത്തിയത്. ആ സ്കൂൾ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. നല്ല പഠിപ്പുള്ള സ്കൂൾ തന്നെയാണ്. സ്ട്രിക്റ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ആൾക്കാർ. പക്ഷേ അവിടെ കുറച്ച് സാറുമാർ ആ സ്കൂളിൻ്റെ വില കളഞ്ഞു. സാറുമാരിട്ടാ, ടീച്ചർമാരല്ല, സാറുമാർ ആ സ്കൂളിൻ്റെ വില കളയാനായിട്ട്. നമ്മുടെ മുസ്ലിം ആൾക്കാരാണോ നമ്മളുടെ വില കളയുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മളുടെ മുസ്ലിം ആൾക്കാർ തന്നെയാണ് നമ്മൾ വില കളയുന്നത്. അവിടെ ആ സാറുമാർ യത്തീംഖാനനെ ഇതാക്കിയത്, യത്തീംഖാനത്തെ മാനേജർ, ആ പ്രിൻസിപ്പിള്, പിന്നെ അവിടെ ആരാ, ഈ സാറുമാർ, ആ ഭാരവാഹികൾ, കമ്മിറ്റിക്കാർ, അവരാണ് ആ യത്തീംഖാനനെ നശിപ്പിച്ചത്. അല്ലാണ്ട് ഒരിക്കലും ഇതിൻ്റെ മുന്നേ ഷാജിക്ക് യത്തീംഖാന പറഞ്ഞ, ഞാൻ എല്ലാ കുട്ടികളെ യത്തീംഖാനെ കൊണ്ട് നിർത്തി പഠിപ്പിക്കണം പറഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ
എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 5 മക്കളെ അവിടെ നിർത്തി പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിൽ എയിം വെച്ച് നടന്ന ഒരാളാണ്. പക്ഷേ അവിടുത്തെ തെറ്റുകൾ കണ്ട ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് എൻ്റെ മക്കൾക്കോ വേറെ മക്കൾക്കോ എല്ലാ മക്കളും എനിക്ക് ഒന്നാണ്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ സെക്ഷലി ഹരാസ്മെന്റ് ചെയ്തു പറഞ്ഞാൽ നമ്മൾ കയ്യും കെട്ടി, നമ്മളൊരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ നമ്മളെ ഒരു യൂട്യൂബർ, ആ ടൈമിൽ ഞാൻ ഒരു യൂട്യൂബർ ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കുട്ടികൾ പറയുന്നതിൽ കാര്യമുണ്ട്. അയാൾ എന്താണ് തൂറിയ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അവൻ 32 കൊല്ലം ആ പ്രിൻസിപ്പൾ അവൻ തന്നെ അവനെ പറയാം, അവൻ 32 കൊല്ലം അവന്റെ മദ്രസയിൽ പഠിപ്പിച്ചു. അവനിക്ക് നല്ലൊരു പദവി മുന്നിലേക്ക് കിട്ടിയപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനക്ക് അറിയാണ്ടായി. അപ്പൊ ഈ പ്രിൻസിപ്പൾ എന്ന പദവി അവനിക്ക് കിട്ടിയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയി, മറ്റുള്ള ഉസ്താവന്മാർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയി. ഇവനെ ഓരോരോ നിയമങ്ങളായി തീങ്ങാനയിൽ കൊണ്ടുവന്നു. അത് ഇവരുടെ എന്താ പറയുക, ഈ കമ്മിറ്റിക്കാരൻ്റെ എന്താ പറയുക തെറ്റാണ്. ഈ കമ്മിറ്റിക്കാർ പ്രിൻസിപ്പളിനെ തെരഞ്ഞെടുത്ത തെറ്റാണ്. കാരണം അത്രയും വർഷത്തെ സ്ഥാപനമാണ്. ഈ 300 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ദർസ് പഠിക്കുന്നുണ്ട്, അല്ലാണ്ട് എത്തിങ്ങാനെ കുട്ടികളുണ്ട്. അവരാലോചിക്കണമായിരുന്നു, നമ്മളൊരു പ്രിൻസിപ്പളിനെ വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിൻസിപ്പളിനെ കൊണ്ടുവരണം. സ്ട്രിക്റ്റ് ആയിട്ടും മക്കളെ തല്ലിയിട്ടും വേറുള്ളത് ചെയ്തിട്ടല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് പണ്ട് നമ്മൾ അടി കെട്ടിയാലും നമ്മൾ വീണ്ടും മദ്രസയ്ക്ക് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല. അപ്പൊ ആ പ്രിൻസിപ്പളിനെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ തെറ്റ്. ആ പ്രിൻസിപ്പള് എന്താ പറയുക 10-32 കൊല്ലം അയാളുടെ നിലമ്പൂര് നാട്ടില് ഒരു ചെറിയ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് ഈ ഹൈ ലെവലിൽ പദവിയൊക്കെ അയാൾക്ക് കിട്ടിയപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് വലിയ ആളായി. അവൻ വലിയ ആളായി. അവനക്ക് എന്തോ തലന്റെ മേലെ കയറിയ പോലെ ഉണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവന്റെ കാട്ടിക്കൂട്ടൽ കാണാം, അവന്റെ നടത്തം കാണും. പെണ്ണുങ്ങളും കൂടി ഇങ്ങനെ നടക്കില്ല. പെണ്ണ് എന്താ പറയാ, എന്തോ അവനിക്കൊരു ഇതുള്ള പോലെയാണ് അവന്റെ നടത്തം. ഞാൻ അവനെ വീഡിയോയിൽ ഇടാത്ത എന്താന്ന് വെച്ചാൽ കേസ് കൊടുത്തോണ്ട് മാത്രമാണ്. കേസിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം, കാരണം ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട്. അതും നാണംകെട്ടവന്മാര് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഡെയിലി പണിക്ക് പോയി വന്നാൽ നേരെ പോണത് ബിവറേജിന്റെ മുന്നിൽ കുന്തിപ്പുഴയത്തെ ഏതോ ഒരു ചങ്ങായിനെ കുത്തിക്കൊന്ന കേസ്, കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് നമ്മൾ മുസ്ലിങ്ങളാടോ അവര് മുസ്ലിം. നിങ്ങൾ പറയണ്ടല്ലോ മുസ്ലിം ഇങ്ങനെ ആവണം, മുസ്ലിം അങ്ങനെ ആവണം, മുസ്ലിം ഇതാണ് മതം പറയണ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഡെയിലി പണിക്ക് പോയിട്ട് എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും വേറുള്ളതിനും പൈസ കൊണ്ടു കൊടുക്കണം കെട്ടിയോളുമാരത്ത്. അല്ലാണ്ട് ബിവറേജിന്റെ മുന്നിൽ കള്ള് മേടിക്കാൻ നിൽക്കലല്ല ഈ മുസ്ലിമിന്റെ പണി. അപ്പൊ അവൻ മുസ്ലിമിന്റെ ഇതിൽ പെടുവോ? ഇല്ല. എല്ലാ മുസ്ലിമുകൾക്കും അവൻ അപമാനമാണോ? ഈ മരിച്ചപ്പോ എല്ലാ മുസ്ലിമുകൾക്കും അവന്റെ പേര് വന്നപ്പോ അപമാനമായോ? അവനെ കുത്തിക്കൊന്നത് നന്നായി എന്ന് ഞാൻ പറയുന്നു. കാരണം അവന് എല്ലാ മുസ്ലിങ്ങൾക്കും മാനം കെട്ട പരിപാടി നടത്തിയവനാണ്. ഗൾഫിൽ അവൻ എത്രയോ കൊല്ലം വർക്ക് ചെയ്തിട്ട് നാട്ടിൽ വന്ന് വണ്ടി ഹോട്ടലും പച്ചക്കറി അത് ഇതായിട്ട് നടക്കണവനാണ്. അവന് ബിവറേജിന്റെ മുന്നിൽ ഡെയിലി കള്ള് മേടിക്കാൻ നിൽക്കണു. എന്തിനാടാ മാനം കെട്ട മുസ്ലിമേ? നീ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് എന്തിനാടാ നീ നടക്കണത്? കൊന്നവന്മാരും മുസ്ലിം, കൊല്ലിച്ചനും മുസ്ലിം, കള്ളും കഞ്ചാവും ബാക്കിയുള്ളതും അടിക്കുന്നത് നമ്മുടെ മുസ്ലിങ്ങളായ ആണുങ്ങൾ തന്നെയാണ്. ഹിന്ദുക്കളെ നമുക്ക് പറയാൻ പറ്റില്ല. ഹിന്ദുക്കൾ അത്രയും നല്ല ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നതിൽ ഈ മുസ്ലിങ്ങളാണ് ഫുൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ മുസ്ലിം പ്രിൻസിപ്പള്, ഉസ്താദ്മാര്, മാനേജ്മെന്റ്, വേറുള്ളത് എത്തിങ്ങാന്റെ സ്ഥാപനങ്ങളിലും ഒക്കെ വർക്ക് നല്ല തലയ്ക്ക് പഠിച്ച ആൾക്കാരാണ്. നല്ല എത്രയോ പടച്ചോനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ പടച്ചോനോട് കുറച്ച് വിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്രയും ഹാഫിലും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ പടച്ചോനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എന്തിനാണോ തനിക്ക് ഇങ്ങനത്തെയൊക്കെ പഠിപ്പ്? ഇതൊക്കെ നിന്റെ പഠിപ്പാണോ? നീ പഠിക്കുന്ന പഠിപ്പാണോ നീ ആ എത്തിങ്ങാനയിൽ കാണിച്ചത്? ആണോ? അല്ല. അപ്പൊ നീ കാണിച്ച തെമ്പിന് നിന്നെ പറയുന്നേ ചെയ്യുള്ളൂ. ഞാൻ പറയട്ടെ, എവിടെ പോയാലും നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ക്ഷമ പറയണ സംഭവമേ ഇല്ല. ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ അതേ സ്ഥാനത്ത് വേറൊരു ഏട്ടൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് നല്ല ക്ഷമ ഉണ്ടാവും. പക്ഷേ മുസ്ലിം ആണുങ്ങൾക്ക്, ഈ ഭർത്താവ് ചമയന്മാരായാലും വേറുള്ളവരായാലും ആങ്ങളാരായാലും വേറെ എല്ലാ മുസ്ലിമിനെയും പറയണില്ല, എല്ലാ മുസ്ലിങ്ങളിനെയും പറയണില്ല. ഇനി അതെടുത്ത് എന്നെ ഏറിൽ കയറ്റണ്ട. എല്ലാ മുസ്ലിങ്ങളും തന്നെ അല്ല പറയുന്നത്. ചില മുസ്ലിങ്ങള് നമ്മളുടെ മതവും ബാക്കിയുള്ളവും വേറെല്ല എന്താ പറയാ, നാട്ടിലിറങ്ങി നടക്കുമ്പോൾ വെള്ളി അവൻ രാത്രി വേറെ അവളുടെയെങ്കിലും കട്ടിലടിയിലായിരിക്കും അവന്റെ സ്ഥാനം.
അപ്പം ഇത്രയും ഈ എന്താണ് പറയുക സ്ഥാപനങ്ങളൊക്കെ ബസ്താദുമാരും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്ത് ഉസ്താദ്, എന്തിനാ പഠിക്കണേ, എന്തിനാ പഠിപ്പിക്കണേ? നിങ്ങളൊക്കെ ഒരു മക്കളെ പഠിപ്പിച്ച ആ മക്കളെ നല്ല രീതിയിൽ വരുന്നു എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മക്കളെ ഞാൻ സേഫ്റ്റി ആക്കി, എൻ്റെ മക്കളെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നു. കാരണം ഞാൻ വല്ല യൂട്യൂബ് കൊണ്ടല്ല, യൂട്യൂബ് ഇല്ലെങ്കിലും ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ നോക്കുന്നുള്ള ഒരു ഇതിൽ ഞാൻ കൊണ്ടുവന്നു. കാരണം എൻ്റെ മക്കളെ അവർക്ക് തിന്നാൻ ഞാൻ ഇട്ട് കൊടുക്കില്ല. പിന്നെ എൻ്റെ മക്കളുടെ എത്തിയും പേരും പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്പോൺസേഴ്സിന് നിങ്ങൾ ഉണ്ടാക്കണ്ട, അങ്ങനെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരണ്ട. എനിക്ക് 5 മക്കളുണ്ട്, 5 എത്തിങ്ങാനയിൽ കൊണ്ട് ചേർത്തി പറഞ്ഞാൽ അവർക്ക് എത്ര ഡൊണേഷൻ വരും, എത്ര ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് ചൊരിയുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, എത്ര സ്പോൺസർമാർ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ വല്ലാണ്ട് കൊതിക്കണ്ട, ഏത് സ്ഥാപനത്തിലും എൻ്റെ മക്കളെ